കല്ലൂർ സ്റ്റേഡിയം അപകടത്തിൽ മൃദംഗ വിഷൻ എം.ഡി. നികോഷ് കുമാർ അറസ്റ്റിൽ. തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. തിയോഫിൻ, വളരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് രാത്രിയോടുകൂടി നികോഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നികോഷ് കുമാറിനോടും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടകൻ, ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കാറിന്റെ ഉടമ ജനീഷിനോടും പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നികോഷ് ഇന്നെത്തിയത്. ഉച്ചയോടുകൂടി പോലീസ് സ്റ്റേഷനിലെത്തിയ നികോഷിനെ ഏറെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. എറണാകുളം ACPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നികോഷ് കുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ ജനീഷ് ഇന്ന് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു ജനീഷ് കുമാർ പറഞ്ഞത്. എന്തായാലും നികോഷിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പിന് നികോഷിനെതിരെ കേസുണ്ട്. അതിലും വൈകാതെ നടപടി ഉണ്ടാകും. പ്രധാനമായും സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കേസാണ് ഇപ്പോൾ നടപടി അല്ലെങ്കിൽ നിലവിലുള്ളത്. സാമ്പത്തിക തട്ടിപ്പിനും കൂടുതൽ പരാതി ലഭിക്കുന്നതനുസരിച്ച് കേസുകളുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും വലിയ സാമ്പത്തിക തട്ടിപ്പ് ഈ സംഭവത്തിന് മേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 12,000-ഓളം കുട്ടികളിൽ നിന്നും വലിയ തുക ഫീസായി ഈടാക്കുകയും ചെയ്തു. ഇതിലും പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ഉമാ തോമസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം ഇന്ന് ആശുപത്രിയിലെ എറണാകുളത്തെ എറണൈ മെഡിസിറ്റി ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ചർച്ച നടത്തി. ശ്വാസകോശത്തിന് ചുറ്റും ചെറിയ നീർക്കെട്ടുണ്ടെങ്കിലും വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നും വൈകാതെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡോക്ടർമാരും പറഞ്ഞു. ശരി, തിയോഫിനാണ് സമഗ്രമായി വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.